ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അതേ അതുപോലെ തന്നെ നേതാപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ സ്കൂളിൽ വിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചുണ്ട് കണ്ടില്ലേ ഫ്രണ്ട്സ്, എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ചുണ്ടത്ത് എന്തോ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുകയാണെന്ന് കേട്ടോ. പിന്നെ ഐസൊക്കെ വെച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ പുറത്ത് ഭയങ്കര വെയിൽ കേട്ടോ, നല്ലൊരു വെയിൽ, മഴയൊക്കെ പെയ്തിട്ടുള്ള വെയിലാണ് കേട്ടോ. അങ്ങനെ തന്നെ കുറച്ച് നേരത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇന്നലെ ബസ് വന്നപ്പോൾ ഓടി ചാടിയാണ് പോയത്, അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ഇത്രയും ദൂരം ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ ബസ് വരും ഇതാ കാണുന്നതാണ് കേട്ടോ, ഈ കാണുന്ന വീടും ഇതിവിടെ ബസ് സ്റ്റോപ്പ് കേട്ടോ. എന്നാലും കുഞ്ഞായിട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പോയി നിന്നിട്ടോ. അപ്പോൾ അതേ പതിവില്ലാണ്ട് ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ ബസ്സാണ് കേട്ടോ ഫസ്റ്റ് വന്നത്. അല്ലെങ്കിൽ ഇതാടെ ബസ് വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ബസ് വന്നത്. അപ്പോൾ അതേ സഹറ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എൻ്റെ ബാക്കിൽ തന്നെ നേതാപ്പി വന്നിട്ട്. അപ്പോൾ നേതാക്ക് സാറയുടെ ബസ്സിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടി നിൽക്കാൻ കേട്ടോ നേതാപ്പി. അങ്ങനെ ഇതാ ഫ്രണ്ട്സായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാപ്പി ഓടാണ് കേട്ടോ. ഇന്ന് പതിവില്ലാണ്ട് ബാഗൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. നേതാപ്പി ഓനെ കണ്ട് കുഞ്ഞിപ്പെണ്ണും അതിനപ്പുറം തുള്ളിച്ചാടണം കേട്ടോ. പിന്നെ തന്നെ നേതാപ്പി കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് പോകാൻ കേട്ടോ. നേതാപ്പി കുഞ്ഞിനെ കൊണ്ട് നടക്കണമെങ്കിൽ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം അവൾ